ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ പുറത്ത് എന്താ ഇതിനെ പറയാം, നമ്മുടെ നാട്ടിലുള്ള പോലെ ചന്തയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്, കൗഫ്ലാൻഡ് അല്ലേ ഇത്? ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതൊരു മോളാണ്. ചന്ത കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ചന്തകളാണ് കേട്ടോ, നോക്കിക്കേ. പക്ഷെ കാണുമ്പോൾ ഒരു വണ്ടിയിൽ കൗഫ കണ്ടോ, ഇവൾക്ക് ഡ്രസ്സ് കണ്ട അപ്പം അവളവിടെ പോവും. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. 10 യൂറോ ഒക്കെ വെച്ചിട്ടാണ് കണ്ടോ, 10 യൂറോ ഒക്കെ വെച്ചിട്ടിട്ടായിരുന്നു പാൻറ്. പക്ഷെ കൊള്ളാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാം. ഇത് ഞങ്ങൾ വരുന്നത് ഒരു മോളിലേക്കാണ്, റൂർട്ടാൾ സെന്റർ. ഇങ്ങനെ ഇപ്പൊ നമ്മൾ പോകുന്ന സൂപ്പർ മാർക്കറ്റ് ഇതാണ് കേട്ടോ, കൗഫ്ലാൻഡ്. നമുക്ക് കൗഫ്ലാൻഡിൽ പോകണമെങ്കിൽ വേണമെങ്കിൽ എല്ലായിടത്തും പോകാനുണ്ടോ? അന്നൊക്കെ ചെടി ഏറ്റവും മാക്സിമം ഞങ്ങളുടെ പൈസ ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ചെടിയാണ്. ചെടിയാണ് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ചെടി പൈസ കൊണ്ടുപോയി ഞങ്ങളുടെ ഒന്നുമില്ല. ചെടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കണം. ഇതാണ് കേട്ടോ ടെഡി. അതായത് ഒരു 1 യൂറോ 2 യൂറോ അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ കിട്ടും. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ടെഡിയുടെ ഉള്ളിലും ഓഫറുള്ള സാധനങ്ങളാണ്. അതായത് കണ്ട ഇതിൽ കാണിക്കുക. ഇതൊക്കെ എന്തിട്ടാന്നറിയാൻ പാടില്ല. എന്താ സാധനം കണ്ടോ, ടെഡിയുടെ ഉള്ളിലും. ഇത് 2 യൂറോ, പക്ഷെ ഇതിന് 500 യൂറോയ്ക്ക് കിട്ടും. ഇതൊക്കെ ഓഫറിലുള്ള ഐറ്റംസാണ്. ഇത് 4 യൂറോൻ്റെന് 2.55 യൂറോ. ഇതെന്താ സാധനം? വെള്ളം കുടിക്കണമെന്ന്. നല്ല രസമില്ലേ? ട്രോളി ബാഗ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് 15 യൂറോ. 15 യൂറോയും ഇത് 10. പക്ഷെ 10ൻ്റെ വാങ്ങിയിട്ട് കാര്യമില്ല. ആണോ? ആധികാരികമായി ഇവൾ പഠിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ കവറിലാണെങ്കിലും കൊണ്ടുപോകും. എന്നാ വാങ്ങാം. ഇവളെന്തൊക്കെയോ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാനൊരു സാധനം വാങ്ങിച്ചു. ഇതെന്താ, നമ്മുടെ ഒരു പെട്ടിക്കൂട് പോലത്തെ ഒരു സാധനം. 1 യൂറോ. ഇവളെന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടിട്ടുണ്ട്. ഇവള് വാങ്ങിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഇതിലത്തെ സാധനങ്ങളെല്ലാം തീരുമ്പോൾ അവൾ ഇറങ്ങിക്കോളുമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവാറില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് കുഴപ്പമില്ല. വേറൊരു സാധനം കാണിച്ചു തരാതെ. ഇതെന്തിട്ട് സാധനം എന്നറിയാൻ പാടില്ല. പൊടിക്കണതോ അറിയിക്കണം, അങ്ങനെ വലുതാണോ അറിയാൻ പാടില്ല. 5 രൂപയ്ക്ക് കൊടുക്കുന്നു. അത് എത്രയാണ്? ഇത് നോക്കി 5 യൂറോ. 11,725. ശരി. പിങ്ക് ഭയങ്കര ബോറാണ്. ഷീറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 15 യൂറോ. എത്രയാ? 5 യൂറോയ്ക്ക്. അപ്പം ജോളി ഇത് സെലക്ട് ചെയ്തത് ഗ്രീൻ ആഷ് കളറാണ്. ഞാനും എടുത്ത ഒരു ഗ്രീൻ എടുത്തു, അവളെടുത്തൊരു ആഷ് എടുത്തു. സത്യത്തില് ഇതെന്തിനാ മേടിക്കണമെന്ന് എനിക്കറിയില്ല. അവള് പറയണത് മഞ്ഞൊക്കെ വരുമ്പോൾ ഉപയോഗിക്കേണ്ട വരും, അന്ന് വില കൂടും, അതുകൊണ്ട് ഇപ്പോഴേ മേടിച്ച് വെക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടും കൂടി നിർബന്ധിച്ച് എടുപ്പിച്ചേക്കാണ് കേട്ടോ. ഇവിടെ നിർബന്ധിച്ചെടുത്തതാ. ഇവിടെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. അല്ല, വില്ലയാനായിട്ട് വെച്ചതാ ഇവിടെ. ഹലോ. സത്യത്തില് ഞാനൊരു ഷീറ്റും ഒരു പെട്ടിക്കൂട് മാത്രമേ എടുത്തുള്ളൂ. ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. അവളെപ്പോ ഇവിടെ ടെഡിയിൽ കയറിയാലും കുറെ ബുക്കുകൾ മേടിക്കൂട്ടാ. ഞാനും മേടിക്കും, പക്ഷെ ഞാനിപ്പോൾ വായിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ മേടിക്കലില്ല.
അവളിപ്പോ മേടിച്ച് ഒരു മേശം മുഴുവനും നിറഞ്ഞു. വായിക്കുന്നുണ്ടോന്നറിയില്ല. കണ്ടോ, കൊറേ ഉണ്ട് അവളുടെ ഇത്. ഇവിടെ വാങ്ങിച്ചത് വെറുതെ ആയില്ല കേട്ടോ. എവിടേക്കാ? നാട് വിട്ട് പോവാന്ന്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൗഫ്ലാൻഡിലോട്ടാണ് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പം എനിക്ക് ആകെ മുട്ട വാങ്ങാനേ ഉള്ളൂ. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അറിയാൻ. ഇവള് മൊത്തം വാങ്ങുമായിരിക്കും. ഇവിടെ കൗഫ്ലാൻഡിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉപദേശമുണ്ട് എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്. എന്റെ ദൈവമേ. നമുക്ക് മുളകുണ്ട്, എല്ലാം ഉണ്ട്. ക്യാരറ്റ് ഇല്ല അല്ലേ? ക്യാരറ്റ് ഇല്ല. ഇന്ന് ഇവിടെ ബോഹനന്റെ ഇതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കുറെ കളക്ഷൻസും വന്നിട്ടുണ്ട്. എനിക്ക് പൂക്കളൊക്കെ കണ്ടോ? എനിക്കിങ്ങനെ കാണാനേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാനേ ഇഷ്ടമുള്ളൂ, വളർത്താൻ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിക്കൂല. എനിക്ക് പൂക്കളൊക്കെ ദൂരെ നിന്ന് കാണാനേ ഇഷ്ടമുള്ളൂ. ബ്രെഡിന്റെ തന്നെ വെറൈറ്റികളാണ് ഇരിക്കുന്നത്. ബ്രെഡിന്റെ തന്നെ വെറൈറ്റികൾ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ മെഴുകുതിരിയുടെ സെക്ഷനിലാണ്. സത്യത്തില് നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിക്കാന്നൊരു നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനുള്ള മെഴുകുതിരി ഞങ്ങൾ മേടിച്ചു. പിന്നെ ഇവള് കുറെ മെഴുകുതിരി നേർച്ച പറയാൻ പാടില്ലെന്ന്. എടി നടന്നു കഴിഞ്ഞ് ഞാൻ പറയാം. നടന്നല്ലോ, നേർച്ച ചെയ്തില്ലല്ലോ. അന്ധവിശ്വാസി. എടി സുരഭി, ഇത് എന്തിനാടി ഇതൊക്കെ? എന്തിനാ? മറ്റേ മെഴുകുതിരി നമ്മൾക്ക് നേർച്ച കത്തിക്കാൻ വേണ്ടിട്ട്, റൂമിൽ കത്തിച്ച് വെക്കാൻ വേണ്ടിട്ട്. ഇവള് ഫയർ അലാം വിളിക്കും. തീർന്നൂടെ? ഇവിടെ മൂക്കില് മെഴുകുതിരി കയറി പോയിട്ട് ഞാൻ അതിനു വേണ്ടി നടക്കേണ്ടി വരുന്ന തോന്നാം. സത്യത്തില് മുട്ട വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നോക്കിക്ക്, ഇവിടെ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. തുറന്നെടുക്കാം. എന്ത് നോക്കി നിക്കണ? എന്താ ഈ സാധനത്തിന് സ്പൈസി ചീസ് പോലത്തെ സാധനം നമ്മൾ പണ്ട് എടുത്തില്ലായിരുന്നു. ലിപ്സ്റ്റിക് ഇടാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമാധാനം വരുന്നില്ല. സത്യത്തില് ഞാൻ ഈ കൗഫ്ലാൻഡിൽ വന്നത് തന്നെ 2 ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാതെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ലെറ്റ്യൂസ് പോലത്തെ ഒരു ഇലയാണ്. പിന്നെ നമ്മുടെ ബാഴ്സിൽ രണ്ടും നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്ക് 2 ഇലയും ഭയങ്കര ഇഷ്ടം. കൗഫ്ലാൻഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ കുറേ കിട്ടും. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൗഫ്ലാൻഡിൽ വന്നത്. പക്ഷെ എൻ്റെ ഇടയ്ക്ക് സുരഭിനെ കാണാണ്ടായി. സുരഭിയെ വിടുന്നു എന്തൊക്കെയോ എടുത്തു കൂട്ടിയിടേ. മുട്ട ഞാൻ എടുത്തില്ല. അങ്ങനെ മുട്ട ഒരു കൂട് ഞാനും എടുത്തു. നമ്മുടെ നാട്ടിലെ ഈസ്റ്റർ മുട്ട കാണിച്ചു തരണോ? ഉണ്ടോ? ഇതൊക്കെ ഒരു പുഴുങ്ങി തിന്നു. എന്താ ഇത്? ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. നീ എന്തിനാ എനിക്ക് ഇത്ര മുട്ട എടുത്ത് വെച്ചേക്കണേ? പുഴുങ്ങി കഴിക്കാനായിട്ട്. രാവിലെ 2, വൈകുന്നേരം 2. ഞാനൊരു മുട്ട പ്രേമി ആയതുകൊണ്ടേ. എടി ഇതില് വില കുറഞ്ഞ മുട്ട ഇവിടെ വെച്ചിട്ട് വില കൂടിയ മുട്ട അപ്പുറത്ത് വയ്ക്കും. ഞാൻ മുട്ട എടുത്തു.
എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കാൻ പറഞ്ഞിട്ട്. ഞാൻ ചാരായം കാണിച്ചു തരട്ടെ. ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ചാരായം. ഇതൊക്കെ ഇനി ചാരായാണാവോ, അറിയാൻ പാടില്ല. അയ്യോ, ഇവിടെ എവിടെയോ പീച്ചിട്ട് വാറ്റിയ ചാരായം ഉണ്ടായിരുന്നേ. ഷോ, എവിടെയാണാവോ? അയ്യോടി, പീച്ചിട്ട് വാറ്റിയ ചാരായം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കാണാനില്ല. ഇതൊക്കെ പക്ഷെ ഇതാണ് കേട്ടാ. ആഹാ, ഞാൻ കുടിക്കില്ലാത്തതുകൊണ്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല. എന്താണോ നീ എന്തിനാ ഈ ഏരിയയിൽ കിടന്ന് കറങ്ങുന്നേ? ചുമ്മയാണെന്ന് പറയുന്നുണ്ട്. സെലക്ഷൻ കഴിഞ്ഞോ? ഇത്രയും വലിയ കുപ്പി എന്തിനാടി? ഞാൻ കുടിക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നെ എന്തിനെങ്ങനെ വഴിതെറ്റിക്കുന്നേ? നിനക്ക് പാവങ്ങളെ വഴിതെറ്റിക്കുന്ന. ഞാനൊരു സാധനം കാണിച്ചു തരാവേ, നോക്കി. ഇത് ചാരായാണ് കേട്ടോ, പീച്ചിട്ട് വാറ്റിയ ചാരായ. കൊറേ ഉണ്ട്. എടി, നമ്മളൊന്നും മേടിക്കില്ലല്ലോ, പിന്നെ അവള് പറഞ്ഞ സെലക്ട് ചെയ്തേ. അവള് ചുമ്മാ ചിരിച്ചു വെച്ചതാണ് കേട്ടാ. ഇത് ഞാൻ വീഡിയോ ഓഫാക്കി കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ശരിക്കും എടുക്കാൻ. ഞങ്ങളുടേത് കഴിഞ്ഞിട്ടോ, ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് ക്യൂവില് നിൽക്കുവാണ്. അങ്ങറ്റത്തായിട്ട് കണ്ടോ, ബ്രെഡിന്റെ തന്നെ ഒരു കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ബ്രെഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ബ്രെഡൊന്നും ഇഷ്ടമല്ല. ഇനി ഞാൻ മേടിച്ച സാധനങ്ങള് മൊത്തം. ഇത് അവള് മേടിച്ച സാധനങ്ങള്, ഇത് ഞങ്ങളുടെ സൂസാമ്മ സാധനങ്ങള്. വാ പോവാ. ഞങ്ങള് കഴിഞ്ഞു. ഇനി എവിടെയാണ് കയറുന്നേ? കിക്കില്. കിക്കാണ് അടുത്ത് ഞങ്ങളുടെ പൈസ എടുക്കുന്ന സ്ഥലം. കിക്കാണ്. ഇനി കിക്കില് കയറാം. കിക്ക്, ഇതാണ് കേട്ടോ കിക്ക്. ഇനി നമ്മൾ കിക്കില് കയറാൻ പോവാം. ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി. ബസ് സെറ്റ് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അയ്യോ അവിടുത്തെ പച്ചപ്പും ഹരിത ഭംഗിയൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമല്ലേ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിനെക്കാട്ടിലും പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ഇച്ചിരിയും കൂടെ നീങ്ങിയിട്ട് കാണിച്ചു തരാട്ടാ. കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണേ. ഞാൻ വേറൊരു ചിത്രം കാണിച്ചിട്ട് കണ്ടോ, ഇത് മൊത്തം ബ്ലാക്ക് ബെറികളാണ് ഉണ്ടായി കിടക്കണേ. പക്ഷെ എന്റെ ഫോണ് വലിയ ഇതില്ലാത്തത് കൊണ്ട് അറിയാത്തതാ. ഐഫോൺ ആയിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും കാണാമായിരുന്നു. മൊത്തം ബ്ലാക്ക് ബെറീസ് ആണ്. ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് വണ്ടി നിർത്തി, ബ്ലോക്കല്ല, സിഗ്നല് വന്ന് വണ്ടി നിർത്തിയിരിക്കുക. കണ്ടോ, നമ്മുടെ നാട് നമുക്ക് മിസ് ചെയ്യുന്നില്ല എന്നുള്ളതാ. ഇവിടെ കണ്ടോ, ജർമ്മനിയാണ്. പക്ഷെ ഇത് ഞാനിടുന്ന മിക്ക ഫോട്ടോസും കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ജർമ്മനി തന്നെയാണോ നാട്ടുകാരെ പറ്റിക്കാണോ. പക്ഷെ ഇത് ജർമ്മനിയാണ് കേട്ടോ. റെയിൽവേ പാളം നോക്കിക്കേ. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ നാട് മിസ് ചെയ്യാനാ? അതുപോലെ പിന്നെ ഫുഡ് അല്ലേ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടങ്ങനെ മിസ് ചെയ്യൂല അല്ലേ? ഇത് നാട് മിസ് ചെയ്യണ്ടോ എനിക്ക്?
നാട് മിസ് ചെയ്യുന്നുണ്ടോ? ആണല്ലേ? എന്തൊക്കെയാണ് മിസ് ചെയ്യണേ? പറ. പറഞ്ഞു എന്തൊക്കെയാ മിസ് ചെയ്യണേന്ന് പറ. ഇപ്പൊ നമ്മളൊരു കാടിന്റെ ഉള്ളിൽ പോലത്തെ പ്രദേശങ്ങളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റോപ്പൊക്കെ കണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടി ഇത്രയും കാട് കണ്ടില്ല. ഫുള്ളും കാടാണ്. അതുകൊണ്ട് മിസ്സിങ് ഇല്ല. കാടും പുഴയും വെള്ളമൊന്നും മിസ്സിങ് ഇല്ല. സാമ്പാറും എന്തേടി സാമ്പാറ്, അവിയല്, തോരൻ, പരിപ്പ് കറി, അങ്ങനത്തെ അല്ലേ, കാളൻ, അങ്ങനത്തേതൊക്കെ മിസ്സിങ് ഉണ്ട്. സദ്യ, നല്ലൊരു സദ്യയൊക്കെ കഴിക്കാൻ തോന്നുന്നു, അതൊക്കെ മിസ്സിങ് ഉണ്ട്. പക്ഷെ അല്ലാതെ ഒന്നും മിസ്സിങ് ഇല്ല. അങ്ങനെ ആ ഒരു കുറ്റിക്കാട് പോലെ കണ്ടോ, അതൊക്കെ ബ്ലാക്ക് ബെറികളാണ് കേട്ടോ. പക്ഷെ ഈ ഫോണിൽ കൂടെ ഒന്നും കാണുന്നില്ല, എല്ലാം ബ്ലാക്ക് ബെറീസ് ആണ്. ഇവിടെ നമ്മുടെ നാട്ടില് പണ്ട് നമുക്കുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒന്നുമില്ല, തൊട്ടാവാടി. അതേപോലെ ഇവിടെ ഇതൊക്കെ ബ്ലാക്ക് ബെറിന്റെ കാടുകളാണ്. ബ്ലാക്ക് ബെറീസ് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ നമ്മുടെ കുഞ്ഞിലേക്ക് ഉള്ള പോലത്തെ തൊട്ടാവാടി പോലെയാ ഇവിടുത്തെ ബ്ലാക്ക് ബെറികൾ. കുറച്ച് ബ്ലാക്ക് ബെറിയാണ്. ഒരു കാടുണ്ടെങ്കിൽ അത് റോസേന്റെ കാടായിരിക്കും. വല്ല മറ്റേ നമ്മുടെ വലിയ ചുമ്മാ മരമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചിലപ്പോൾ ആപ്പിളിന്റെ മരം, ചിലപ്പോൾ ബെറീസ് ആയിരിക്കും. അങ്ങനെ ഇവിടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഡിസ്നി ലാൻഡിലൊക്കെ പെട്ട പോലെ ഒരു ഇത് തോന്നുവേ. വീണ്ടും കാടാണ് കേട്ടോ, കണ്ടോ. പക്ഷെ ഇവിടെ ആനയൊന്നുമില്ല തോന്നുന്നു. ആന ചവിട്ടിക്കൊന്നൊന്നും കേട്ടിട്ടില്ല അല്ലേ സൂര്യ? ആന ചവിട്ടിക്കൊ, അതെ. പുലി ഇറങ്ങി, പുലി ആളെ പിടിച്ചോണ്ട് പോയി, അങ്ങനൊന്നും കേട്ടിട്ടില്ല. അതല്ലാതെ ആനയും പുലിയും സിംഹമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ ഉള്ളിലുണ്ടോന്ന് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ കാടുകളാണ് കണ്ടോ. അതൊരു ബസ് സ്റ്റോപ്പായിരുന്നേ. നിറച്ച് കാണാം. ഇവിടെ ചില സമയത്ത് ഇവിടെ സ്വപ്ന ലോകത്തേക്ക് പോകും. ബ്ലാക്ക് ബെറി നിൽക്കണുണ്ടോ? ഉണ്ടോ? നിറച്ചുണ്ട്. സത്യത്തിൽ ഇവിടുന്ന് ഇതെല്ലാം പൊട്ടിച്ച് നാട്ടിലേക്ക് കയറ്റുമതി ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഗ്രൗണ്ട് കണ്ടോ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് റബ്ബർ തോട്ടമായിട്ട് തോന്നാം കേട്ടോ. പക്ഷെ ഇത് റബ്ബർ തോട്ടം അല്ല. ഇവർക്ക് എന്തിനാ റബ്ബർ അല്ലേ? ഇതൊരു പാർക്കാണ് തോന്നുന്നു. വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആണ് കേട്ടോ. കണ്ടോ, കഴിഞ്ഞു പോയി. എന്നാലും ഇവിടെ എത്തുമ്പോ ഇപ്പിനും കുഴപ്പമില്ല, നല്ല സ്ഥലങ്ങളാ. ഇനി നമ്മളൊരു വലിയൊരു മല കയറാൻ പോവാണേ. ഈ മല നമ്മളിങ്ങനെ കയറാൻ പോയോ, മല കയറാൻ പോവാണ് നമ്മള്. മല കയറിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. തീർന്നില്ലല്ലോ, ഇതൊന്നും തീരാത്ത. എന്താണ് തീരാത്ത?